morning, dear students. Welcome to the another session of the online class. Today's class we discuss about the topic about final statement, final accounts of joint stock company. Illustration 10, page number 252 deals in our class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്ന സെയിം ടോപ്പിക് തന്നെയാണ്, പക്ഷേ പ്രോബ്ലംസുകളാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇല്ലസ്ട്രേഷൻ 10 ആണ് പറയുന്നത്. കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, IFRS റൂൾ അനുസരിച്ചുകൊണ്ട് SOPL ആൻഡ് SOFP, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. അപ്പോൾ അതിൽ ഇല്ലസ്ട്രേഷൻ 10 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ പോയിന്റ്സുകൾ തന്നെയാണ് പറയുന്നത്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അതേസമയം അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസുകളും തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ പരിശോധിക്കുന്നത്. അതിൽ 5ഓളം അഡ്ജസ്റ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. നമുക്ക് ട്രയൽ ബാലൻസിൽ വന്നിട്ടുള്ള ഐറ്റംസുകൾ ഏതാണെന്നുള്ളത് ആദ്യം പറയാം, അതിനുശേഷം അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകുമ്പോൾ following are the ledger accounts balance of Supriya Limited as on 31st March 2019 after the prepared trading account. ഡെബിറ്റ് ബാലൻസുകളാണ്. അപ്പോൾ ഞാനിതിൽ ഡെബിറ്റ് ബാലൻസിൽ വരുന്ന ഓരോ ഐറ്റംസുകളും ഏത് അക്കൗണ്ടിലാണ്, SOPL ആണോ SOFP ആണെന്ന് പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. SOPL നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററിയിലായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, ഫർണിച്ചർ ഇതെല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റുകളിലാണ്. നോൺ കറണ്ട് അസറ്റ് ആയിട്ട് SOFP എടുക്കുന്ന ഐറ്റംസ് ആണ്. സാലറി ഈസ് ആൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് ഇൻ ദ SOPL. ദെൻ ടാക്സ് എക്സ്പെൻസസ്, ടാക്സ് കൊടുക്കാനുള്ളതും പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്, SOPL എടുക്കുന്ന ഐറ്റാണ്. പർച്ചേസസ് എന്ന് പറയുന്നതും എക്സ്പെൻസസിൽ വരുന്നതാണ്, SOPL എടുക്കുന്ന ഐറ്റാണ്. ഓഫീസ് എക്സ്പെൻസസ്, ദെൻ റെന്റ്, ഇലക്ട്രിസിറ്റി, പോസ്റ്റേജ് ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം അതർ എക്സ്പെൻസസ് എന്ന് പറയുന്ന ഇനത്തിലായിരിക്കും SOPL എടുക്കുന്നത്. നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റ്, റിപ്പയേഴ്സ് എന്ന് പറയുന്ന ഐറ്റവും SOPL അതർ എക്സ്പെൻസിലാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ആയിട്ട് വരുന്ന അസറ്റ് ആണ്, SOFP എടുക്കണം. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നതും നമുക്ക് എടുക്കേണ്ടത് ഇതിൽ തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് ബാങ്ക്, ക്യാഷ് ഇതെല്ലാം അസറ്റുകളായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കറണ്ട് അസറ്റിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ വരുന്ന ഐറ്റാണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അത് നമുക്ക് നോൺ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എടുക്കാം. ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ് ആണ്, നോൺ കറണ്ട് അസറ്റിലെ അസറ്റ് സൈഡിലാണ് എടുക്കേണ്ടത്. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ആദ്യമായിട്ട് നൽകിയിട്ടുള്ളത്. സെയിൽസ് നമുക്കറിയാം റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വരുന്ന ഐറ്റാണ്. ദാറ്റ് ഈസ് SOPL ഫസ്റ്റ് ആയിട്ടാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും നമുക്കറിയാം ഒരു ഇൻകാണ്. അപ്പോൾ SOPL റവന്യൂ ഫ്രം ഓപ്പറേഷന് താഴെ അതർ ഇൻകം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കേണ്ടത്. സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റി ആണ്, SOFP എടുക്കേണ്ടതാണ്. ടേം ലോൺസ് ഫ്രം എ ബാങ്ക്, ടേം ലോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിക്സ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലാബിലിറ്റീസിൽ വരുന്നതാണ്, നോൺ കറണ്ട് ലാബിലിറ്റീസുകളിൽ വരുന്ന ഐറ്റാണ്. അത് തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട്, ഇക്വിറ്റീസിലാണ് SOFP എടുക്കുന്ന ഐറ്റാണ്. ജനറൽ റിസർവും SOFPയിൽ ഇക്വിറ്റീസ് ആൻഡ് അതിൻ്റെ താഴെ അതർ ഇക്വിറ്റീസിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ്, റിസർവിലാണ് ജനറൽ റിസർവ് എടുക്കുന്നത്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നതും കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് എടുക്കുക. ഇത്രയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകളാണ് കിട്ടുന്നത്. ഇനി നോക്കാം അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻഫർമേഷൻസുകളാണ്. അഡീഷണൽ ഇൻഫർമേഷൻസുകളിൽ നമുക്കറിയാം ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അറ്റ് 2% ആൻഡ് ഓൺ കമ്പ്യൂട്ടർ അറ്റ് 10%. അപ്പൊ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട് ഓരോ പോയിന്റുകളും, അതിൽ ഏതൊക്കെ ഐറ്റത്തിലാണ് വരിക എന്നുള്ളത് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിപ്രീസിയേഷനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് SOPL വരുന്നുണ്ട് അല്ലെ. അപ്പൊ
അപ്പൊ എക്സ്പെൻസസിലാണ് SOPL നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ടത്. ഇപ്പൊ രണ്ട് ഐറ്റം പറയുന്നുണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പറയുന്നുണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് കാണിക്കാം. അതേസമയം SOFP ഈ ഐറ്റം നോൺ കറണ്ട് അസറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കമ്പ്യൂട്ടറും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ആ കറണ്ട് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷനെ മൈനസ് ചെയ്തിട്ടായിരിക്കണം കറണ്ട് അസറ്റിൽ കാണിക്കുന്നത്. നോൺ കറണ്ട് അസറ്റ് ആയിട്ട് ഈ അസറ്റുകളെ കാണിക്കുകയും അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണോ അത് മൈനസ് ചെയ്തിട്ടായിരിക്കണം SOFP കാണിക്കേണ്ടത്. നമ്പർ 2 അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് റെമ്യൂണറേഷൻ പയബിൾ ടു MD ₹31,290 റെമ്യൂണറേഷൻ MDക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് റെമ്യൂണറേഷൻ ഒക്കെ നൽകാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കരുതേണ്ടത്. നമുക്കറിയാം റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസുകൾ എവിടെയാണ് കാണിക്കുക? SOPL അതർ എക്സ്പെൻസസുകളിലാണ് കാണിക്കേണ്ടത്. അതർ എക്സ്പെൻസസുകളിലാണ് ഇത് കാണിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കാണിക്കണം. അതേസമയം SOFP നമുക്ക് ഇതൊരു കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് കാണിക്കേണ്ടത്. കാരണം ഈ വർഷം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ലാബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലാബിലിറ്റിയെ കറണ്ട് ലാബിലിറ്റിയിൽ അതർ കറണ്ട് ലാബിലിറ്റി ആയിട്ട് കാണിക്കാം. കറണ്ട് ലാബിലിറ്റിയും നോൺ കറണ്ട് ലാബിലിറ്റിയും രണ്ട് സെക്ഷൻ ആയിട്ടാണ് ലാബിലിറ്റീസ് ആയിട്ട് കാണിക്കുക. അതിൽ തന്നെ അതർ കറണ്ട് ലാബിലിറ്റിയിൽ ഈ പറയുന്ന റെമ്യൂണറേഷൻ ടു MD എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് നമുക്ക് കാണിക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ്. തേർഡ് വൺ പറയുന്നത് provide for doubtful debts at the rate of ₹5% on debtors. ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ 5% പ്രൊവിഷൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് ആണ്. അപ്പൊ അങ്ങനെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സ് എന്ന് പറയുന്ന ഐറ്റത്തിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ് അറ്റ് 5%. അപ്പൊ അത് വരുന്നത് നമുക്ക് SOPL നമുക്ക് ഇങ്ങനെയുള്ള പ്രൊവിഷൻസുകളൊക്കെ അതർ എക്സ്പെൻസസുകളിലാണ് കാണിക്കുന്നത്. അതർ എക്സ്പെൻസസുകളിൽ കാണിക്കാം. അതേസമയം SOFP ഡെപ്റ്റേഴ്സിൽ നിന്ന് കറണ്ട് ആയിട്ടുള്ള അസറ്റ് ആയിട്ട് നമ്മൾ ഡെപ്റ്റേഴ്സ് എഴുതിയിരിക്കും. ആ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്സിനെ മൈനസ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഈ ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 5% ഡീൽ ചെയ്യുന്നത്. SOPL അതർ എക്സ്പെൻസസ് ആയിട്ട് കാണിക്കണം. SOFP കറണ്ട് അസറ്റ്സുകളിലാണ് ഡെപ്റ്റേഴ്സ് എടുക്കുന്നത്. ആ ടോട്ടൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് 5% മൈനസ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് നമ്പർ 4 പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഐറ്റത്തിനെ നമുക്ക് അറിയാം. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എവിടെ കാണിക്കാറുണ്ട്? SOPL കാണിക്കാറുണ്ട്. അതാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്ന ഐറ്റം. ചേഞ്ച് ഇൻ ഇൻവെന്ററി. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 50,000 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 27,400 ആണ്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കൂടുതൽ. ആ കൂടുതൽ വരുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്ന ഇൻക്രീസിംഗ് എമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്തായിട്ടാണ് കാണിക്കേണ്ടത്. അതായത് SOPL അതിനെന്ത് ചെയ്യണം? മൈനസ് ചെയ്തായിട്ട് കാണിക്കണം. അപ്പൊ ചേഞ്ച് ഇൻ ഇൻവെന്ററിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കേണ്ടത്. അതേസമയം SOFP കറണ്ട് അസറ്റ്സുകളിലാണ് സ്റ്റോക്കിനെ എടുക്കേണ്ടത്. കറണ്ട് അസറ്റുകളിലാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ടിനെ എടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്പർ 5 പറയുന്നത് ട്രാൻസ്ഫർ ₹50,000 ടു ജനറൽ റിസർവ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് അതിനെ കാണിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന കാര്യങ്ങളിലാണ് ഇതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത്. അതായത് SOFP റിസർവ്സ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. റിസർവ്സ് നമുക്ക് കാണിക്കുന്നത് അതർ ഇക്വിറ്റീസുകളിലാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് കാണിക്കുന്നത്. അപ്പോൾ അതർ ഇക്വിറ്റീസില് റിസർവ്സിനോട് കൂടെ ആഡ് ചെയ്യണം. ഈ പറയുന്ന ജനറൽ റിസർവ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്ന 50,000 ഓൾറെഡി ഉള്ള റിസർവിനോട് കൂടെ ആഡ് ചെയ്യണം. അതേസമയം SOFP സർപ്ലസിൽ നിന്ന് ഇങ്ങനെയുള്ള റിസർവ് എമൗണ്ട് ലെസ് ചെയ്യുകയും ചെയ്യണം.
ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ റിസർവ് എമൗണ്ടിനെ സർപ്ലസിൽ നിന്ന് എന്ത് ചെയ്തിരിക്കണം, ലെസ് ചെയ്തിരിക്കണം. ഇത്രയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസിനെ കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് ഇനി നോക്കാനുള്ളത് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം 5 അഡ്ജസ്റ്റ്മെന്റുകളെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാലും കുറച്ച് ഐറ്റംസുകളേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഈ SOPL തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് SOPL ഞാനിവിടെ ഇതിന്റെ ഫോർമാറ്റ് പ്രകാരം വരച്ചിട്ടുണ്ട്. നമുക്ക് കമ്പനിയുടെ പേര് നൽകണം, സുപ്രിയ ലിമിറ്റഡ് എന്നുള്ളതാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇയർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2019. പിന്നെ ഒരു ഇയറിൽ വരുന്ന ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എമൗണ്ടിനായിട്ടുള്ളൊരു കോളം, നോട്ട്സുകൾ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസുകൾ നൽകാനായിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഐറ്റംസുകൾ എഴുതാനായിട്ടുള്ള കോളം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ SOPL കാണിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിൽ നിന്ന് വരുന്ന റവന്യൂ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് സെയിൽസ് എന്ന് പറയുന്ന എമൗണ്ട് തന്നിട്ടുണ്ട്. 3,68,500 ആണ് സെയിൽസിന്റെ എമൗണ്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻകം ആണ്, അതർ ഇൻകം ആണ് എഴുതുന്നത്. ആ അതർ ഇൻകത്തിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതർ ഇൻകം ആണ്. ആ ഇൻകത്തിൽ നമ്മൾ കാണിക്കുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഐറ്റം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് നോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതർ ഇൻകത്തില് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1,52,800 ആണ്. 1,52,800. വേറെ റവന്യൂസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എമൗണ്ട് വരുന്നത് 5,21,300 ആണ് ടോട്ടൽ റവന്യൂ ആയിട്ട് വരുന്നത്. നമ്പർ 2 നമുക്ക് ഫോർമാറ്റ് പ്രകാരം എഴുതാനുള്ളത് എക്സ്പെൻസസുകളാണ്. എക്സ്പെൻസസുകളിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ ആണ് ഫസ്റ്റ് ഐറ്റം. അങ്ങനെ ഒരു നമുക്ക് ഐറ്റം തരാത്തത് കൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. നെക്സ്റ്റ് ഐറ്റം പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. നമുക്ക് നോക്കാം. പർച്ചേസസ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഐറ്റം ആയിട്ട് അതിനെ തന്നെ എഴുതാം. പർച്ചേസസ് എമൗണ്ട് പറയുന്നത് 2 lakhs rupees ആണ്. അപ്പോൾ 2 lakhs rupees പർച്ചേസസ് എമൗണ്ട് കാണിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് ചേഞ്ച് ഇൻ ഇൻവെന്ററി ആണ്. ചേഞ്ച് ഇൻ ഇൻവെന്ററി. ചേഞ്ച് ഇൻ ഇൻവെന്ററി അറിയാം നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ള ഡിഫറൻസിനാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുള്ളത് 50,000 rupees ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുന്നത് 27,400 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്കറിയാം 22,600 ആണ് ഡിഫറൻസ്. പക്ഷെ നമ്മൾ ഈ 22,600 ഈ എക്സ്പെൻസിനോട് കൂടെ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണോ കുറവാണോ എന്നതിന്റെ ബേസിലാണ്. ഇഫ് ദ closing stock is more than the opening stock, the increasing amount should be shown as a negative amount, negative figure. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും വരുന്ന എമൗണ്ടിനെ നമുക്ക് ഇവിടെ എന്തായിട്ട് കാണിക്കണം, നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ് കാണിക്കേണ്ടത്. അതായത് മൈനസ് ചെയ്യുന്ന ഐറ്റായിട്ടാണ് കാണിക്കേണ്ടത്. മൈനസ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ബ്രാക്കറ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ബ്രാക്കറ്റിൽ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഫിഗർ ആയിട്ട് കാണിക്കാനുള്ള കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കൂടുതലായത് കൊണ്ടാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻക്രീസിങ് എമൗണ്ട് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ ഡിഫറൻസ് കാണിക്കുന്നത്. നമ്മൾ പല ക്വസ്റ്റ്യനിലും ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ ക്ലോസ് സ്റ്റോക്ക് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൂടുതൽ എന്നുള്ളത് കൊണ്ട് ഫിഗറിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്. നമുക്ക് എത്ര എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നോട്ട് കൊടുക്കേണ്ടത്. ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, നമുക്ക് സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് അത് മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് അത് കാണിക്കാം. 1,12,800 ആണ് ഈ പറഞ്ഞ സാലറി എന്ന് പറയുന്ന എമൗണ്ട്. അടുത്ത ഐറ്റം നമുക്ക് പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്.
ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പോലുള്ള ഐറ്റംസുകളാണ് ഫിനാൻസ് കോസ്റ്റിൽ കാണിക്കാറ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയുള്ള ഫിനാൻസ് കോസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ട്രയൽ ബാലൻസിൽ അങ്ങനെ ഒരു ഐറ്റം തരാത്തത് കൊണ്ട് നമ്മൾ ആ ഫോർമാറ്റ് പ്രകാരം എഴുതിയെന്നുള്ളൂ. അവിടെ നീൽ കാണിക്കുകയാണ്. ഇനി എഴുതിയില്ലെങ്കിലും പ്രശ്നമാണ്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസുകൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. കാരണം രണ്ട് ഐറ്റത്തിന്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ എക്സ്പെൻസിനെ നോട്ട് നമ്പർ 1 ആയിട്ട് ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ നോട്ട് നമ്പർ 1 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. നോട്ട് നമ്പർ 1 ഡിപ്രീസിയേഷൻ. കാരണം രണ്ട് ഐറ്റം ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ടാണ് നോട്ടായിട്ട് കാണിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഓൺ, നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. Then depreciation on computer. രണ്ടെണ്ണത്തിന്റെ മുകളിലാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുന്നത് 2% ആണ്. 6 lakhന്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ 6 lakhsന്റെ മുകളിൽ 2% എന്ന് പറയുമ്പോൾ 2% ഓൺ 6 lakh. നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ 12,000 വരും. ഇനി ഓൺ കമ്പ്യൂട്ടറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് ക്വസ്റ്റ്യനിൽ പറയുന്നത് 10% ആണ്. അപ്പൊ 10% ഓൺ കമ്പ്യൂട്ടറിന്റെ എമൗണ്ട് പറയുന്നത് 1,80,000 ആണ്. 1,80,000. ഡിപ്രീസിയേഷൻ 10% എന്ന് പറയുമ്പോൾ 18,000 ആയിരിക്കും. ടോട്ടൽ 30,000 ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് ഇവിടെ ടോട്ടൽ 30,000 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് 1 പറയുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റ് 1 ആണ് ഡിപ്രീസിയേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതർ എക്സ്പെൻസസുകളാണ്. അതർ എക്സ്പെൻസ്. അതർ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എക്സ്പെൻസുകൾ അല്ലാതെ വരുന്ന എല്ലാ എക്സ്പെൻസുകളും, റെന്റ്, റേറ്റ്സ്, റിപ്പയേഴ്സ്, സ്റ്റേഷനറി, അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെയാണ് അതർ എക്സ്പെൻസിൽ വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 4-5 ഐറ്റംസ് വരുന്നുണ്ട്. കൂടാതെ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസുകളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് നോട്ടായിട്ട് കൊടുക്കാം. അപ്പൊ അതർ എക്സ്പെൻസിന്റെ നോട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നോട്ട് നമ്പർ 2 ആണ് പറയുന്നത്. അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓഫീസ് എക്സ്പെൻസസ് ആണ്. ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് എക്സ്പെൻസസ് പറയുന്നത് 18,400 ആണ്. 18,400. നെക്സ്റ്റ് വരുന്നത് റെന്റ് വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, ദെൻ പോസ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്, അടുത്തത് റിപ്പയേഴ്സ് എന്ന് പറയുന്ന ഐറ്റം വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ട്രയൽ ബാലൻസിൽ പറയുന്ന ഐറ്റംസുകളാണ്. റെന്റ് പറയുന്നത് 16,000. then electricity പറയുന്നത് 10,400. then postage പറയുന്നത് 10,000. repairs പറയുന്നത് 6,800. ഇതാണ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഐറ്റംസ്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്ന 2 ഐറ്റമും കൂടെ ഉണ്ട്. അത് നമ്മൾ അതർ എക്സ്പെൻസിലാണ് എടുക്കേണ്ടത്. അതർ എക്സ്പെൻസിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം നമ്മൾ മുൻപേ പറഞ്ഞതാണ്, MD's remuneration. MD's remuneration. MDക്ക് remuneration എന്ന് പറയുന്ന ഇത് കൊടുക്കാനുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് 2 ലാണ്. അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 2 ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. MDയുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31,290 ആണ് MDക്ക് കൊടുക്കാനുള്ള റെമ്യൂണറേഷൻ. കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ അതർ എക്സ്പെൻസിൽ അത് കാണിക്കണം. അതേസമയം കറണ്ട് ലാബിലിറ്റി, അതർ കറണ്ട് ലാബിലിറ്റിയിലും കാണിക്കണം. മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ഐറ്റംസുകളും നമ്മൾ എവിടെ എടുക്കേണ്ടതാണ്? അതർ എക്സ്പെൻസിലാണ് എടുക്കേണ്ടത്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 5% ഓൺ ഡെപ്റ്റേഴ്സ് ആണ്.
ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ 5% പറയുന്നത്. അപ്പൊ ഡെപ്റ്റേഴ്സ് എത്ര എന്നുള്ളതാണ് നോക്കേണ്ടത്. 84,600ന്റെ 5% ഇവിടെ പറയുന്നത്. 5% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4,230 വരും. 4,230. അപ്പൊ ഇത്രയും നമുക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റും എംഡീസ് റെമ്യൂണറേഷനും അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസുകളാണ്. മറ്റുള്ളതെല്ലാം നമുക്ക് ട്രയൽ ബാലൻസിലാണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് 3ലാണ്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ്. ഈ ഐറ്റംസുകളൊക്കെ എവിടുന്ന് വന്നു നോക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നത് കൊണ്ടാണ് ഇവിടെയും കൂടെ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതർ എക്സ്പെൻസസിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97,120 ആയിരിക്കും വരുന്നത്. 97,120 ഇതാണ് നമുക്ക് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ ടോട്ടൽ എമൗണ്ട് എവിടെ കാണിക്കാം? ഇവിടെ 97,120 എന്ന് പറഞ്ഞുകൊണ്ട് SOPL കാണിക്കാം. ഓക്കെ, ഇനി മറ്റുള്ള എക്സ്പെൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ എക്സ്പെൻസുകളെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പെൻസിനെ ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. ടോട്ടൽ എക്സ്പെൻസസ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ എല്ലാ ഐറ്റംസുകളും ആഡ് ചെയ്തതിന് ശേഷം ഈ എക്സ്പെൻസ് മാത്രം, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡിഫറൻസ് മാത്രം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് ടോട്ടൽ റവന്യൂവിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ 4,17,320 ആണ്. 4,17,320 ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ്പെൻസുമായി ടോട്ടൽ ഇൻകമായി ഇത്രയും 2,00,000-ഉം 1,12,800-ഉം 30,000 and 97,120 ഇതിൽ നിന്ന് 22,600 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഈ പറയുന്നത്. ഇത് നമുക്ക് ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ റവന്യൂവിന് 1 എന്ന് പറയാം, ടോട്ടൽ എക്സ്പെൻസിന് 2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന, റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന്റെ പ്രത്യേകത ഉണ്ട്, ബിഫോർ ടാക്സ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ് ആണ്. അതായത് ബ്രാക്കറ്റിലൂടെ കാണിക്കേണ്ട 1 - 2 റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1,03,980 ആണ്. 1,03,980 ആണ് പറയുന്ന എമൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടാക്സ് എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാക്സ് എക്സ്പെൻസിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്പർ 4 ആയിട്ട് ഇവിടെ കാണിക്കാം. ടാക്സ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് 12,000 ആണ്. 12,000 ആണ്. ആ 12,000 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ടാക്സ് എപ്പോഴും പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുന്നതാണ്. 1,03,980 നിന്ന് 12,000 മൈനസ് ചെയ്യുമ്പോൾ 91,980 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. 91,980 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്? 91,980 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂയിങ് ഓപ്പറേഷനിൽ, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനിൽ വരുന്നതോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ എക്സംഷനിൽ ആയിട്ടോ അങ്ങനെയുള്ളതൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഫോർമാറ്റ് പ്രകാരം പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും ഇവിടെ കാണിക്കേണ്ടതായിട്ടുള്ള വരുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഫോർമാറ്റിൽ കാണിക്കേണ്ടത് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്ന ഒരൈറ്റത്തിനെ കുറിച്ചിട്ടാണ്. ഏർണിങ്സ് പെർ ഷെയർ, ആ ഒരു ഐറ്റം നമുക്കിവിടെ കാണിക്കുമ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏർണിങ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? അതായത് ഏർണിങ്സ് എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിന്റെ മുകളിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുക.
അതായത് EPS എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർമുല നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, equity shareholders divided by number of equity shares. ഇതിനാണ് എന്ത് പറയുന്നത് EPS എന്ന് പറയുന്നത്. ഇവിടെ 91,980 ആണ് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ SH എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് നൽകുന്ന പ്രോഫിറ്റ് ഏതായിരിക്കും? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് 91,980 എന്ന് പറയുന്ന എമൗണ്ട്. അതിനെ നമ്പർ ഓഫ് ഇക്വിറ്റി കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് ഇക്വിറ്റിയെ കുറിച്ച് ട്രയൽ ബാലൻസിൽ ഇക്വിറ്റി ഷെയർസിന്റെ എണ്ണം എത്ര എന്നുള്ളത് പറയുന്നുണ്ട്. അത് പറയുന്നത് 80,000 ആണ്. 80,000 ആണ്. അപ്പൊ 80,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 1.149 ആണ് എമൗണ്ട്. 1.149 ആയിരിക്കും ഏർണിങ്സ് പെർ ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമുക്ക് SOPL ചെയ്യാനുള്ളത്. ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കുന്നു, ദെൻ ടോട്ടൽ എക്സ്പെൻസ് പറയുന്നു. ആ ഡിഫറൻസിനാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഫോർമാറ്റ് പ്രകാരം നമുക്ക് ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം ഉള്ളത് കൊണ്ട് ഏർണിംഗ് പെർ ഷെയറിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഇക്വിറ്റി കൊണ്ട് ഈ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അത് 1.149 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ളത്. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ SOPL കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് SOFP ആണ്. ഇനി അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോ നമുക്ക് SOFP അതായത് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. കമ്പനിയുടെ നെയിം പറയണം. ബാലൻസ് ഷീറ്റിന്റെ ഡേറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 31 മാർച്ച് 2019 ആണ്. ആ ഒരു ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർമാറ്റ് പ്രകാരം ഫസ്റ്റ് ഐറ്റം അസറ്റ്സ് ആണ്. അസറ്റ്സിൽ തന്നെ ആദ്യമായി നമ്മൾ എഴുതുന്നത് നോൺ കറന്റ് അസറ്റ് ആണ്. അതിനുശേഷമായിരിക്കും കറന്റ് അസറ്റ് എഴുതുക. നോൺ കറന്റ് അസറ്റും കറന്റ് അസറ്റും തമ്മിലുള്ള ടോട്ടൽ ആണ് ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫോർമാറ്റ് പ്രകാരം തന്നെ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഐറ്റം നമുക്ക് ഈ നോൺ കറന്റ് അസറ്റിൽ കാണിക്കുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഫിക്സഡ് ആയിട്ട് വരുന്ന ഐറ്റംസുകളാണ് ഇങ്ങനെയുള്ളതിൽ വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനില് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റില് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഫർണിച്ചർ 3 ഐറ്റംസുകളാണ് തന്നിട്ടുള്ളത്. അതേസമയം ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനും ഡിപ്രീസിയേഷനും ഉണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ എമൗണ്ട് കൂടെ കാണുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെ ആയിരിക്കണം കാണേണ്ടത്. നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞാൽ നോട്ട് നമ്പർ 3 രണ്ടെണ്ണം നമ്മൾ SOPL കാണിച്ചിട്ടുണ്ട്. തേർഡ് വൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നോട്ട് നമ്പർ 3 ഇവിടെ പറയുന്നത് നോട്ട് നമ്പർ 3 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അതിൽ ഫസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് പറയുന്നത് നമുക്ക് 6 lakhs ആണ്. 6 lakhs ആണ്. അതിൽ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ലെസ് ഡിപ്രീസിയേഷൻ 2% ആണ്. 2% ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കുമ്പോൾ 12,000 രൂപ മൈനസ് ചെയ്യണം. 5,88,000 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിനും ഡിപ്രീസിയേഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ എമൗണ്ട് 1,80,000 ആണ്. ഡിപ്രീസിയേഷൻ പറയുന്നത് ലെസ് ഡിപ്രീസിയേഷൻ 10% ആണ്. 18,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ. ടോട്ടൽ എമൗണ്ട് 1,62,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിപ്രീസിയേഷൻ ഇല്ല. അടുത്തൊരു ഐറ്റം ഫർണിച്ചർ എന്ന് പറയുന്നതാണ്. ഫർണിച്ചർ എമൗണ്ട് വന്നിട്ടുള്ളത് 85,000. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എമൗണ്ട് 8,35,000 ആയിരിക്കും. ഇവിടുത്തെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് നമുക്കിവിടെ 8,35,000 എന്ന് പറയുന്ന എമൗണ്ടിനെ കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് കഴിഞ്ഞാൽ
നമുക്ക് വീണ്ടും ഒരു ഐറ്റം വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. നോൺ കറന്റ് അസറ്റിൽ വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന ഒരു അസറ്റ് ആയിട്ട് നമ്മൾ അതിനെ കാണിക്കാം. ഫിനാൻഷ്യൽ അസറ്റ്സ്, അസറ്റില് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 4,40,900. ഇതാണ് നമുക്ക് വരുന്ന ഐറ്റം, ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന അസറ്റ്. ഇനി ഇതുപോലെയുള്ള അസറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോളജിക്കൽ അസറ്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഇൻടേഞ്ചിബിൾ ആയിട്ട് വരുന്ന അസറ്റുകൾ, ഇതൊന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതുകൊണ്ട് നോൺ കറന്റ് അസറ്റ് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന അസറ്റ് ഏതാണ്? കറന്റ് ആയിട്ട് വരുന്ന അസറ്റ് ആണ്. ഇവിടെ വീണ്ടും കറന്റ് അസറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. കറന്റ് അസറ്റുകളിൽ നമുക്ക് ഫസ്റ്റ് ഐറ്റം ആയിട്ട് എഴുതാം ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസില് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 50,000 ആണ്. നെക്സ്റ്റ് നമുക്കുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന അസറ്റുകളില് ഫിനാൻഷ്യൽ അസറ്റുകളില് നമുക്ക് ട്രേഡ് റിസീവബിൾസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് ഏതൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റില് ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസുകളിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് കാണിക്കണം, അതുപോലെ ബിൽസ് റിസീവബിൾ കാണിക്കണം. അത് രണ്ടും കൂടെ കാണിക്കാനായിട്ട് നമുക്ക് നോട്ട് നമ്പർ 4 കാണിക്കാം. നോട്ട് നമ്പർ 4 എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് റിസീവബിൾസ് ആദ്യം ഡെപ്റ്റേഴ്സ് എമൗണ്ട് കാണിക്കാം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84,600 ആണ്. അതിൽ നമുക്ക് പ്രൊവിഷൻ പറയുന്നുണ്ട്. പ്രൊവിഷൻ പറയുന്നത് 5% ആണ്. നമുക്കത് നമ്മൾ SOPL അതർ എക്സ്പെൻസിൽ എടുത്തിട്ടുണ്ട്. അതേസമയം നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് കറണ്ട് അസറ്റിൽ മൈനസ് ചെയ്തായിട്ട് കാണിക്കണം. 5% എന്ന് പറയുമ്പോൾ 4,230 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 80,370 കിട്ടും. ഇനി അതേസമയം ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബിൽസ് റിസീവബിൾസുകളാണ്. ആ ബിൽസ് റിസീവബിൾസുകളെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ ട്രേഡ് റിസീവബിൾസിൽ എടുക്കണം. ബിൽസ് റിസീവബിൾ എമൗണ്ട് 12,900 ആണ് വരുന്നത്. ടോട്ടൽ വരുന്നത് 93,270. 93,270 ആണ് ട്രേഡ് റിസീവബിൾസിൽ എഴുതുന്നത്. 270. ഓക്കെ, നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ട്രേഡ് റിസീവബിൾസ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആയിട്ട് വരുന്ന ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ ഞാൻ അവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്ക് ബാലൻസ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയുള്ള ഒരു ഐറ്റം പറയുന്നുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പൊ അത് രണ്ടും കൂടെ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്, ഇത് രണ്ടുമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഞാൻ സെപ്പറേറ്റ് നോട്ട് കൊടുക്കുന്നില്ല. അത് രണ്ടിന്റെയും കൂടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 88,500 ആണ് വരുന്നത്. 88,500. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇനി അസറ്റുകളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ അസറ്റ് എത്ര എന്നുള്ളത് കാണിക്കാം. ടോട്ടൽ അസറ്റ്സുകളിൽ നമുക്ക് വരുന്ന എമൗണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 15,07,670 ആണ് ടോട്ടൽ അസറ്റ്സ് വരുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ്സ് കംപ്ലീറ്റ് ആയി. നമ്പർ 2 നമുക്ക് വരുന്നത് ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് ആണ്. അതിൽ തന്നെ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഇക്വിറ്റീസ് എന്ന് പറയുന്ന ഐറ്റം ആണ്. ഇക്വിറ്റീസിൽ കാണിക്കേണ്ടത് ഷെയർ ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ. അതായത് 80,000 ഇക്വിറ്റി ഷെയർസ് ആണ് ₹10 വെച്ചുകൊണ്ട്. അപ്പൊ അത് നമ്മൾ നോട്ടായിട്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതി കാണിക്കുക. ഞാൻ ഇപ്പൊ സെപ്പറേറ്റ് നോട്ട് കൊടുക്കുന്നില്ല.
നിങ്ങൾ കാണിക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആൻഡ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നെല്ലാം പറയുന്നത് ഈ 80,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദി റേറ്റ് ഓഫ് ₹10 തന്നെയാണ്. ദാറ്റ് ഇസ് 8 lakhs. അതാണ് നമ്മൾ ഇവിടെ ഇക്വിറ്റീസ് എന്ന് പറയുന്നത് കാണിക്കുന്നത്. സെപ്പറേറ്റ് നോട്ട് കൊടുത്ത് കാണിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങളത് അത് മനസ്സിലാക്കി വെക്കണം. ₹8 lakh ആണ് ഇവിടെ ഇക്വിറ്റീസ് ആൻഡ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്, ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കാണിക്കേണ്ടത്. അതർ ഇക്വിറ്റീസ് ആണ് നെക്സ്റ്റ് കാണിക്കേണ്ടത്. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതർ ഇക്വിറ്റി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റം ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിനെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ റിസർവ് എത്രയാണ്, സർപ്ലസ് നെറ്റ് എത്ര വരുന്നത് എന്നുള്ളത് ഇവിടെ നോക്കണം. നോട്ട് നമ്പർ 5 ആയിട്ടാണ് ഇവിടെ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിനെ കുറിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എത്രയും നോക്കാം. നോട്ട് നമ്പർ 5 റിസർവ്സ് ആൻഡ് സർപ്ലസിൽ അതിൽ നമുക്ക് ആദ്യം റിസർവ്സ് എത്രയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവ്സ് എമൗണ്ട് ട്രയൽ ബാലൻസിൽ പറയുന്നത് ജനറൽ റിസർവ് ആയിട്ടാണ് പറയുന്നത്. ജനറൽ റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 lakh rupees ആണ് ട്രയൽ ബാലൻസിൽ കാണിക്കുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറയുന്നുണ്ട് ആഡ് ടു ജനറൽ റിസർവ് ₹50,000. 50,000 എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ കാണിക്കണം റിസർവ്സിൽ ആഡ് ട്രാൻസ്ഫർ ടു റിസർവ്. റിസർവ് 50,000. ടോട്ടൽ 1,50,000 ആണ് ടോട്ടൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നതാണ്. അഡ്ജസ്റ്റ് നമ്പർ 5 ആണെന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് നമ്പർ 5 ഈ ട്രാൻസ്ഫർ ടു റിസർവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ റിസർവ് എന്ന് പറയുന്ന ഐറ്റായി നമുക്ക് ഇനി വേണ്ടത് സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിലുള്ള സർപ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പ്രീവിയസ് ഇയർ സർപ്ലസ് ഇല്ല. ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ കറണ്ട് ഇയറിലെ സർപ്ലസ് മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ഫോർ ദി കറണ്ട് ഇയർ അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് SOPL പറയുന്ന സർപ്ലസ് ആണ്. സർപ്ലസ് എമൗണ്ട് വരുന്നത് 91,980. SOPL നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 91,980 ആണ്. ഇനിയുള്ള പ്രോഫിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റിസർവ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അതുപോലെ തന്നെ നമുക്ക് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റത്തിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസുകളൊന്നുമില്ല. ആകെ പറയുന്നത് ട്രാൻസ്ഫർ ടു റിസർവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, റിസർവ് എന്ന് പറയുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ലെസ് ചെയ്ത് കാണിക്കണം. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 50,000. പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് 50,000 ആണ്. നെറ്റ് ആയിട്ട് വരുന്ന എമൗണ്ട് 41,980 ആണ്. ഇപ്പൊ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,91,980 ആയിരിക്കും. ഈ എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഈ അതർ ഇക്വിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് കാണിക്കേണ്ടത് 1,91,980 ആണ് നമ്മുടെ റിസർവ് സർപ്ലസ് ആയിട്ട് കാണിക്കേണ്ടത്. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസുകളിൽ ഇനി ഏതൊക്കെയാണ് ലാബിലിറ്റീസുകൾ എന്നുള്ളതാണ് കാണിക്കാനുള്ളത്. ലാബിലിറ്റീസുകളിൽ നോൺ കറണ്ട് ലാബിലിറ്റി, ദെൻ അതർ അനദർ വൺ കറണ്ട് ലാബിലിറ്റി. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ലാബിലിറ്റീസുകളാണ്. ലാബിലിറ്റീസിൽ നോൺ കറണ്ട് ലാബിലിറ്റീസുകൾ ഏതാണെന്നുള്ളത് നോക്കാം. നോൺ കറണ്ട് ലാബിലിറ്റീസുകളിൽ നമുക്ക് സാധാരണ ലോങ് ടേം ആയിട്ടുള്ള ലോൺസുകൾ, ലോങ് ടേം ആയിട്ട് കൊടുക്കുന്ന അഡ്വാൻസുകൾ, ഡിബെഞ്ചേഴ്സ്, അങ്ങനെയുള്ള ലോങ് ടേം പ്രൊവിഷൻസുകളൊക്കെയാണ് നോൺ കറണ്ട് ലാബിലിറ്റീസുകളിൽ കൊടുക്കാറുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ആയിട്ട് വരുന്ന ബോറോയിങ് അല്ലെങ്കിൽ ലോൺസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട്. ടേം ലോൺസ് ഫ്രം
ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആദ്യം നോൺ കറന്റ് ലാബിലിറ്റിയില് ലോങ് ടേം ബോറോയിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കാണിക്കാം. ലോങ് ടേം ബോറോയിങ് അതായത് ടേം ലോൺ ആണ്. ടേം ലോൺസ് ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിനെ കാണിക്കുന്നത്. അപ്പൊ ആ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത് 4,60,000 ആണ്. 4,60,000 ആണ്. ഇനി ലോങ് ടേം ആയിട്ടുള്ള ഐറ്റംസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നോൺ കറന്റ് ലാബിലിറ്റി നമുക്ക് ഇനി ഇല്ല. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറന്റ് ആയിട്ട് വരുന്ന ലാബിലിറ്റി മാത്രമേ ഉള്ളൂ. കറന്റ് ലാബിലിറ്റി. നമുക്ക് ആ കറന്റ് ലാബിലിറ്റിയില് ഏതൊക്കെ ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന ലാബിലിറ്റി തന്നെ ആയിരിക്കും. ഫിനാൻഷ്യൽ ലാബിലിറ്റി. ഫിനാൻഷ്യൽ ലാബിലിറ്റി ഫിനാൻഷ്യൽ ലാബിലിറ്റീസുകളിൽ നമുക്ക് ട്രേഡ്, റിസീവബിൾസ്, ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലാബിലിറ്റീസുകളിലാണ് എഴുതുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഐറ്റം പറയുന്നുണ്ട്. ഒന്ന് ട്രേഡ് പേയബിൾ എന്ന് പറയുന്ന ഐറ്റം. ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഐറ്റംസുകൾ ഒന്ന് ക്രെഡിറ്റേഴ്സ് കൊണ്ട് ഒന്ന് ബിൽസ് പേയബിൾ ആണ്. അത് രണ്ടും കൂടെയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ ആണ് ഇവിടെ പറയുന്നത്. നോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് കാണിക്കാം. ഇവിടെ പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് 24,400 ആണ്. 24,400. ഇതൊരു നോട്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് 6 എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ടോട്ടൽ എഴുതിയാലും മതി. ഞാനിവിടെ ടോട്ടൽ ആയിട്ട് തന്നെയാണ് 24,400 കൊടുത്തിട്ടുള്ളത്. ഇനി ട്രേഡ് പേയബിൾസ് കഴിഞ്ഞാല് മറ്റുള്ള ലാബിലിറ്റീസുകളൊന്നും ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ് നമുക്ക് അതർ കറന്റ് ആയിട്ട് വരുന്ന ലാബിലിറ്റീസുകൾ മാത്രമേ ഉള്ളൂ. അതർ കറന്റ് ലാബിലിറ്റീസ്. അതർ കറന്റ് ലാബിലിറ്റീസുകളിൽ സാധാരണ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരെണ്ണം നമുക്ക് പറയുന്നത് MDs ആയിട്ട് MDയുടെ റെമ്യൂണറേഷൻ ആണ്. അപ്പൊ നമുക്ക് അതർ കറന്റ് ലാബിലിറ്റീസുകളിൽ MDs റെമ്യൂണറേഷൻ ആണ് കൊടുക്കാനുള്ളത്. നമുക്കിവിടെ പറയാം. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 31,290 ആണ്. അത് അതർ കറന്റ് ലാബിലിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള പ്രൊവിഷൻ പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, CDT, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൊവിഷൻസുകളായിട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് പ്രൊവിഷൻസുകളൊന്നും ഈ ക്വസ്റ്റ്യനില് പറയുന്നില്ല. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് കാണിക്കുകയാണ്. പ്രൊവിഷൻസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിൽ. സാധാരണ പ്രൊവിഷൻസുകളൊക്കെ ആയിട്ട് കാണിക്കുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഈ പറയുന്ന ഐറ്റംസുകളൊക്കെ എഴുതാറുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രൊവിഷൻസുകൾ ഇല്ല. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ലാസ്റ്റ് ആയിട്ട് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി ഇതിന്റെ ടോട്ടൽ ആയിട്ട് വരുന്ന ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് എത്ര എന്നുള്ളത് നോക്കാം. ടോട്ടൽ ഇക്വിറ്റീസ് ആൻഡ് ലാബിലിറ്റീസ് എത്ര എന്നുള്ളത് നോക്കാം. നമുക്ക് അതിന്റെ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 15,07,670 തന്നെയാണ് വരുന്നത്. 670 തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ട് കുറേ കൂടെ സൗകര്യമാണ്. അഡ്ജസ്റ്റ്മെന്റുകൾ വന്നിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഞാനിവിടെ ക്ലാസ്സിൽ മുമ്പ് തുടക്കത്തിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിൽ വന്നിട്ടുള്ള ഐറ്റംസുകൾ എന്താണെന്നുള്ളത് മനസ്സിലാകുകയും അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒരു ട്രയൽ ബാലൻസിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ്. നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകളാണെന്നുണ്ടെങ്കിൽ അത് SOPL എക്സ്പെൻസുകളായിട്ടും എടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ബാലൻസ് ഷീറ്റിൽ SOFPയിൽ അസറ്റ്സുകളായിട്ടായിരിക്കും വരിക ഏറെക്കുറെ ഐറ്റംസുകളൊക്കെ. അതേസമയം ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകളാണെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ SOPL ഇൻകം ആയിട്ടും എടുക്കാം. അതേസമയം SOFPയിൽ ലാബിലിറ്റീസുകളായിട്ടാണ് എടുക്കേണ്ടത്. ലാബിലിറ്റീസ് അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് അതുപോലുള്ള ഐറ്റംസുകളായിട്ടാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ കാര്യം അങ്ങനെ നമുക്കൊരു അനുമാനത്തിൽ എത്തിയിട്ട് അതിനെ എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നന്നായി പഠിക്കണം. അതിന്റെ റൂൾ പ്രകാരം
SOP എങ്ങനെ വരുന്നത്, SOPL എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു 4-5 ക്വസ്റ്റ്യൻ ആയി ഈ ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ മാത്രമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻസുകൾ തന്നെ നമുക്ക് ഒരു 2 എണ്ണം കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് കടന്നു പോകാനുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാ പോയിന്റുകളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും പോയിന്റ്സുകൾ മനസ്സിലാവാത്തത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഇന്ററാക്ഷൻ ടൈമിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.